നമ്മുടെ അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് 1-2 വേദഭാഗം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം 12-ാം വാക്യവും അതുപോലെ തന്നെ യോഹന്നാൻ്റെ 1-ാമത്തെ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യവും. ലൂക്കോസിൻ്റെ സുവിശേഷം 6:12, 1 യോഹന്നാൻ 5:14. താഴത്തെ വാക്യം കൂടി ഒന്ന് വായിക്കാം. ഓക്കെ, വായിച്ചു. സ്തോത്രം. നമ്മൾ ലൂക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം 12 താഴോട്ടുള്ള ആ വാക്യം കൂടെ ഒന്ന് വായിപ്പാനായിട്ട് താല്പര്യപ്പെടുന്നു. കാരണം ആ വേദഭാഗം ചില ദിവസങ്ങൾക്ക് മുൻപ് ഞാൻ ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്ന ചിന്തയാണ്. നിങ്ങളുമായി ഷെയർ ചെയ്യുവാൻ അവസരം ലഭിക്കാതിരുന്നതുകൊണ്ട് അത് കഴിഞ്ഞില്ല. അത് നെക്സ്റ്റ് വേഴ്സ് കൂടെ ഒന്ന് വായിപ്പാനായിട്ട് താല്പര്യപ്പെടുകയാണ്. ലൂക്കോസ് 6:13 വാക്യം കൂടെ. യെസ്, നോക്കുക. വായിച്ചു. നോക്കുക. അപ്പോൾ ആ 2 വാക്യങ്ങൾ തമ്മിലുള്ള ആ കണക്ഷൻ നമുക്ക് ഒരു പ്ലെയിൻ റീഡിങ്, കാര്യമായിട്ടൊന്നും ചിന്തിക്കാതെ വായിച്ചാൽ പോലും മനസ്സിലാകുന്ന നിലയിലാണ് ആ വേദഭാഗം. അതായത് അക്കാലത്ത് യേശു ഒരു രാത്രിയിൽ പ്രാർത്ഥിപ്പാൻ മലയിൽ പോയി. അടുത്തത് ഉറക്കെ പറഞ്ഞേ. ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ രാത്രി മുഴുവൻ നോക്കണം. അപ്പോൾ രാത്രി മുഴുവൻ കർത്താവ് എന്തായിരിക്കും പ്രാർത്ഥിച്ചത്? നമുക്കിപ്പോൾ പലരും ഈ പണ്ടൊക്കെ ഞാൻ പല സന്ദർഭത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഈ ചെയിൻ പ്രെയറൊക്കെ എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ചെയിന് പ്രെയർ എപ്പോഴും നല്ലത് തന്നെ. പിന്നെ ചെയിൻ ഉണ്ടാക്കിയെങ്കിലും ആരെങ്കിലും പ്രാർത്ഥിക്കുന്നെങ്കിൽ അത് ഉണ്ടാകട്ടെ എന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ ഒരിക്കലും ഒരാൾ പറയുന്നത്, ഞാൻ നിങ്ങളോടത് പറഞ്ഞിട്ടുണ്ട്, അതായത് ആ 1 മണിക്കൂർ ഒന്ന് തികച്ച് കിട്ടാൻ പെടുന്ന പാട്. പിന്നെ കുറേ പ്രാർത്ഥിച്ച് കഴിയുമ്പോഴത്തേന് സംഭവം എല്ലാം തീരും. അത് കഴിഞ്ഞ് പിന്നെ എന്തെങ്കിലുമൊക്കെ മാസികയൊക്കെ വായിച്ച് ഈ സമയം ഒന്ന് ഫില്ല് ചെയ്യാൻ. കാരണം രാത്രി 1 മണി തൊട്ട് 2 മണി വരെയാണ് ഉണർന്നിരുന്നില്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചു പോകുമോ എന്നൊക്കെയുള്ള ചിന്ത. എനിവേ, ഞാനത് ആ കാര്യമല്ല എൻ്റെ വിഷയം. അത് ഗുണമുണ്ട്, ദോഷമുണ്ട്. ദോഷമില്ല, നിശ്ചയമായിട്ടും പ്രാർത്ഥിക്കുകയല്ലേ, അപ്പോൾ അതിന് ഗുണമുണ്ടാകും. എന്നാൽ ഈ പ്രാർത്ഥനയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ കേവലം കുറേ കാര്യങ്ങൾ ദൈവത്തോട് പറയുന്ന ഒരു കാര്യമാണോ പ്രാർത്ഥന? അതാണ് എൻ്റെ മനസ്സിലേക്ക് വന്നതാകുന്നൊരു ചിന്ത. കാരണം കർത്താവ് രാത്രി മുഴുവൻ എന്ത് ചെയ്തു? പ്രാർത്ഥിച്ചു. അപ്പം അങ്ങനെയെങ്കിൽ രാത്രി മുഴുവൻ കർത്താവ് പ്രാർത്ഥിച്ചത് എന്താണെന്ന് അവിടെ എഴുതിയിട്ടില്ല. കർത്താവ് എന്താ പ്രാർത്ഥിച്ചതെന്നുള്ളത് ഗെത്സമനയിലെ പ്രാർത്ഥനയെക്കുറിച്ച് മാത്രമേ വേദപുസ്തകത്തിൽ, അല്ലെങ്കിൽ മറ്റ് ചില സന്ദർഭങ്ങളിൽ കർത്താവ് എന്താ പ്രാർത്ഥിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. 17-ാം അധ്യായത്തിൽ കർത്താവ് പ്രാർത്ഥിച്ചത് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ വേദഭാഗങ്ങളൊക്കെ ഉള്ളതോർത്ത് ഞാൻ ദൈവത്തെ, അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രാർത്ഥനകൾ രേഖപ്പെടുത്തിയിരിക്കുന്നതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. കാരണം അപ്പോസ്തലനാകുന്ന പൗലോസിൻ്റെ പ്രാർത്ഥനകൾ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം വായിക്കുമ്പോഴാണ് സത്യത്തിൽ പ്രാർത്ഥനയെന്നുകൊണ്ടുള്ളത് അതിൽ എന്താണ് അതിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ദൈവം ആഗ്രഹിക്കുന്നത് എന്താ? പ്രാർത്ഥനയിൽ കൂടെ എന്താണ് സംഭവിക്കുന്നത്? ഇത് ദൈവവചനപ്രകാരം ഞാൻ പല കാര്യങ്ങൾ ചിന്തിച്ചതിൻ്റെ ഫലമാണ്. നിങ്ങൾക്ക് ദൈവവചനപ്രകാരം അത് വിശകലനം ചെയ്യാം. കർത്താവ് രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചിട്ട്
എന്നിട്ട് എന്ത് ചെയ്തു? ശിഷ്യന്മാരെ അടുക്ക വിളിച്ചേച്ച് 12 പേരെ തിരഞ്ഞെടുത്തു. അപ്പം നിശ്ചയമായിട്ടും ആ 2 വാക്യങ്ങൾ തമ്മിലൊരു കണക്ഷനുണ്ട്. കർത്താവ് രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചത്, കർത്താവിന് ഒത്തിരി ശിഷ്യന്മാരുണ്ടായിരുന്നു. ആ സന്ദർഭത്തിൽ കർത്താവിൻ്റെ പുറകെ വരുന്ന, നമുക്കറിയാമല്ലോ, 70 ശിഷ്യന്മാർ വേറെ ഉണ്ടായിരുന്നു. അപ്പം ശിഷ്യന്മാർ ഒത്തിരി ഉണ്ടായിരുന്നു. ആ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ അപ്പോസ്തോലന്മാരായിട്ട് കർത്താവ് ചിലരെ തെരഞ്ഞെടുത്തു. എന്തിൻ്റെ ശേഷം? പ്രാർത്ഥിച്ചതിൻ്റെ ശേഷം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ യേശു കർത്താവ് ഭൂമിയിൽ ജീവിച്ചപ്പോൾ പ്രാർത്ഥന ഏത് ഒരു എന്തിനു വേണ്ടിയിട്ടാണ് കർത്താവ് പ്രാർത്ഥന ഉപയോഗിച്ചത്? വളരെ വ്യക്തമാണ്. ഗതസമനയിലെ പ്രാർത്ഥനയൂടെ ചേർത്ത് വായിച്ചാൽ നമുക്ക് മനസ്സിലാകും. അവിടെ നമ്മൾ വായിക്കുന്നത്, പിതാവേ, എൻ്റെ ഇഷ്ടമല്ല. അപ്പോൾ പ്രാർത്ഥന പ്രാഥമികമായിട്ട് കർത്താവ് കാണിച്ചു കൊടുത്തത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ദൈവ ഇഷ്ടം തിരിച്ചറിഞ്ഞ് അത് ചെയ്യാനുള്ള ഒരു മീൻസ് ആയിരുന്നു എന്ത്? പ്രാർത്ഥന. അത് ഞാൻ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുക. അനേക വേദഭാഗങ്ങൾ നമുക്കതിനുള്ള ബന്ധം. അപ്പോൾ ദൈവ ഇഷ്ടം തിരിച്ചറിഞ്ഞ് അത് ചെയ്യുവാനുള്ള ഒരു മുഖാന്തരമായിട്ടാണ് കർത്താവ് പ്രാർത്ഥനയെ കണ്ടത്. കാരണം നമ്മൾ കണ്ടു, രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചേച്ച് ശിഷ്യന്മാരെ അടുക്ക വിളിച്ചേച്ച് അപ്പോസ്തലന്മാരായിട്ട് എന്ത് ചെയ്തു? 12 പേരെ തിരഞ്ഞെടുത്തു. ഈ തിരഞ്ഞെടുത്തവരുടെ കൂട്ടത്തിൽ ആരും ഉണ്ടായിരുന്നു? യൂദ ഉണ്ടായിരുന്നു. അപ്പം സ്വർഗത്തിലെ അപ്പച്ചന് ആരെ കൂടി ഇതിനകത്ത് തിരഞ്ഞെടുക്കണമെന്ന് കർത്താവിന് എങ്ങനെ മനസ്സിലായി? മനുഷ്യനാകുന്ന കർത്താവിൻ്റെ ദൈവത്വം അല്പസമയം ഒന്ന് മാറ്റിവെച്ചേ. അവിടെ മനുഷ്യനാകുന്ന കർത്താവ് ഇല്ലേ? നമ്മളെപ്പോലെ മനുഷ്യനാകുന്ന ക്രിസ്തു യേശു. അതുകൊണ്ടല്ലേ പ്രാർത്ഥിച്ചത്? കർത്താവ് ആരായിരുന്നു? മനുഷ്യനായിരുന്നു, സമ്പൂർണ്ണ മനുഷ്യനായിരുന്നു. അപ്പോൾ മനുഷ്യനാകുന്ന ക്രിസ്തു യേശു, അല്ലെങ്കിൽ യേശു ക്രിസ്തു പിതാവിനോട് പ്രാർത്ഥിച്ചപ്പോൾ ഒരു കാര്യം പിതാവ് തെളിയിച്ചു കൊടുത്തു. എന്ത്? ആ ശിഷ്യന്മാരുടെ ഗണത്തിൽ നിന്ന് ഇത്രയും പേരെ തിരഞ്ഞെടുക്കണം. കൂട്ടത്തിൽ ആരെ കൂടെ എടുക്കണം? യൂദായെ കൂടെ എടുക്കണം. അപ്പോൾ ദൈവത്തിൻ്റെ പൂർണ്ണതയും പ്രസാദവും നന്മയുമുള്ളതാകുന്ന ആ ഹിതം തിരിച്ചറിയുവാനുള്ള ഒരു മാധ്യമമായിട്ടാണ് ആര് പ്രാർത്ഥനയെ കണ്ടത്? യേശു കർത്താവ് പ്രാർത്ഥനയെ കണ്ടത്. അങ്ങനെയെങ്കിൽ നമ്മെ സംബന്ധിച്ചിടത്തോളവും കേവലം ആവശ്യങ്ങൾ നമ്മൾ സ്തോത്രത്തോടെ കർത്താവിനോട് അറിയിക്കണമെന്ന് വേദപുസ്തകത്തിലുണ്ട്. അത് യേശു കർത്താവ് ശിഷ്യന്മാരെ പഠിപ്പിച്ച പ്രാർത്ഥനയിലുമുണ്ട്. എന്നാൽ അത് പറയുമ്പോഴും അതിനെ നിയന്ത്രിക്കുന്ന പ്രധാനപ്പെട്ട ഘടകമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഹിതം എന്നിൽ നിറവേറണമെന്നുള്ളതാണ്. നിങ്ങളെൻ്റെ ഒപ്പം വരണേ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്തയാണ്. ദൈവത്തിൻ്റെ ഹിതം എന്നിൽ എന്ത് ചെയ്യണം? നിറവേറണം. അപ്പം ദൈവഹിതം തിരിച്ചറിഞ്ഞ് അത് ചെയ്യുവാനുള്ള ഒരു മുഖാന്തരമായിരുന്നു എന്ത്? പ്രാർത്ഥന. നമ്മൾ വായിച്ച ആ വേദഭാഗം ഓർക്കുമല്ലോ. അവിടുത്തെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും അപേക്ഷിച്ചാൽ അവിടുന്ന് നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നുള്ളത് നമുക്ക് ദൈവത്തോടുള്ള ധൈര്യമാകുന്നു. അപ്പോൾ ദൈവത്തോടുള്ള ധൈര്യത്തിൽ കർത്താവിൻ്റെ ഇഷ്ടപ്രകാരം നമ്മൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിച്ചാൽ അത് എന്ത് ചെയ്യും? കർത്താവ് കേൾക്കും. യേശു കർത്താവ് ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചല്ലോ. അതിനകത്തെ ആ വാചകം നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ അതിൻ്റെ അർത്ഥവ്യാപ്തിയൊന്നും പലപ്പോഴും ശ്രദ്ധിക്കാറില്ല. എന്നാൽ അവിടെ പറയുന്ന കാര്യങ്ങൾ, സ്വർഗസ്ഥനാകുന്ന ഞങ്ങളുടെ പിതാവേ,
അടുത്തതെന്താ? ഓക്കെ, നമുക്കതിനെക്കുറിച്ച് അറിയാം. അങ്ങോട്ട് നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. അടുത്തത് അടുത്തതെന്തുവാ? അങ്ങയുടെ ഇഷ്ടം. അപ്പൊ അവിടുത്തെ നാമം, ഭയപ്പെടുവാൻ യോഗ്യമായ തിരുനാമം, അത് that should be held in reverence by everybody. അതായിരിക്കണം ഒന്നാമത്തെ കാര്യം. ദൈവനാമം എന്ത് ചെയ്യണം? വിശുദ്ധീകരിക്കപ്പെടണം. അതൊന്നാമത്തെ കാര്യം. രണ്ടെന്തുവാ? നിന്റെ രാജ്യം വരണമേ, അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ. അപ്പോൾ സ്വർഗത്തിലെ ഇഷ്ടം എവിടെ നടക്കണം? ഭൂമിയിൽ നടക്കണം. അപ്പോൾ സ്വർഗത്തിലെ ഇഷ്ടം എന്താണെന്ന് തിരിച്ചറിയാൻ കഴിയേണ്ട അല്ലേ കർത്താവ് കേൾക്കുന്ന പ്രാർത്ഥന ഏതാണെന്ന് ഞാൻ പറയാം. നമ്മളിപ്പോൾ വായിച്ചില്ലേ 1 യോഹന്നാൻ 5:14, അവിടുത്തെ ഇഷ്ടപ്രകാരം. സ്വർഗത്തിലെ ഇഷ്ടം ഭൂമിയിൽ, അതായത് പിതാവിൻ്റെ ഹൃദയത്തിലെ താല്പര്യം നമ്മുടെ താല്പര്യമാകേണ്ടതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മിൽ പ്രവർത്തിക്കുമ്പോൾ ആ താല്പര്യം യേശുവിൻ്റെ കാൽവറി മരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ, അല്ലെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ, അത് സ്വർഗത്തിലേത് ഞാനിവിടെ തിരിച്ചറിഞ്ഞ് അത് പിതാവിനോട് ഞാൻ പറയുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നിൽ ദൈവസന്നിധാനത്തിൽ ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങളാൽ വിശുദ്ധന്മാർക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു? പക്ഷവാദം ചെയ്യുന്നു. അപ്പം ദൈവത്തിൻ്റെ ഹിതം എന്നിലേക്ക് വന്ന് ഞാൻ അതിന് എന്നെ തന്നെ ഏൽപ്പിക്കാനുള്ള ഒരു മാധ്യമമാണ് എന്ത്? പ്രാർത്ഥന. നമ്മൾ ചിന്തിക്കുക, ഈ ദൈവഹിതം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലേ, ദൈവഹിതം ചെയ്യാനൊക്കെ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ പ്രശ്നമല്ലേ? പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ദൈവഹിതത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് അത് നന്മയാണ്, പൂർണ്ണതയുള്ളതാണ്, പിന്നെന്താ? പ്രസാദകരമാണ്. ദൈവഹിതത്തിൻ്റെ വിശേഷണം അതാ: നന്മ, പൂർണ്ണത, പ്രസാദകരം. ആർക്ക് പ്രസാദകരം? ദൈവത്തിന് പ്രസാദകരം. അത് നന്മയാണ്. ആർക്ക് നന്മ? ആർക്കാത് നന്മയായിട്ട് വരുന്നേ? നമുക്ക് നന്മയായിട്ട് വരും. പിന്നെ അതെന്താ? അത് പൂർണ്ണതയുള്ളതാ. അതിനകത്തൊരു ഇംപെർഫെക്ഷൻ ഇല്ല. പെർഫെക്റ്റ് ആണ് എന്ത്? ദൈവഹിതം. അത് നമുക്ക് നന്മയായിട്ടേ വരത്തുള്ളൂ അൾട്ടിമേറ്റ്ലി. ദൈവഹിതത്തിൻ്റെ സവിശേഷത, ദൈവഹിതത്തിൽ ആണ് അത് നന്മയായിട്ട് വരുന്നത്. വേറെ ഒന്നും നന്മയാകുന്നില്ല. അൾട്ടിമേറ്റ്ലി, ആത്യന്തികമായിട്ട് നമുക്ക് നന്നാകാൻ ഇടയാകുന്നത് ഏതിലാ? ദൈവഹിതത്തിലാ. അത് പൂർണ്ണതയുള്ളതാ. ആ ഹിതം ആർക്ക് പ്രസാദകരമാ? ദൈവത്തിന് പ്രസാദകരമാണ്. അപ്പോൾ ദൈവഹിതം തിരിച്ചറിയാൻ പ്രാഥമികമായിട്ട് നമ്മൾ മനസ്സിലാക്കണം ദൈവത്തിൻ്റെ വചനമാണ്. ദൈവത്തിൻ്റെ വചനം നമ്മൾ വായിക്കുന്നു. വിശ്വാസം കേൾവിയാലും, കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു. അപ്പം ദൈവത്തിൻ്റെ വചനമാണ്. അപ്പം പ്രാഥമികമായിട്ട് നമുക്ക് പറയാൻ കഴിയും, ദൈവവചനത്തിന് നിരക്കാത്തതൊന്നും എന്തല്ല, അത് സകലവും റൂൾ ഔട്ട് ചെയ്യുക. ദൈവവചനത്തിന് നിരക്കാത്തതൊന്നും ദൈവഹിതമല്ല. അത് നമുക്ക് പ്രാഥമികമായിട്ട്. എന്നാൽ ഈ പർട്ടിക്കുലറായിട്ടുള്ള ദൈവഹിതം എങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ? അതിനാണ് പ്രാർത്ഥന ദൈവം തന്നേക്കുന്നത്. പ്രാർത്ഥനയെന്നുള്ളത് ജൽപ്പനമല്ലെന്ന് കർത്താവ് തന്നെ പറഞ്ഞു. കർത്താവ് തന്നെ പഠിപ്പിച്ചു. ജൽപ്പനമല്ല. ജാതികൾ പറയുന്നത് പോലെ ചില ജൽപ്പനം ചെയ്യുന്നതല്ല എന്ത്? പ്രാർത്ഥന. നമ്മൾ പാതി ഉറക്കത്തിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞേച്ച് കിടക്കുന്നതല്ല പ്രാർത്ഥന. അതല്ല പ്രാർത്ഥന. പ്രാർത്ഥനയെന്നുള്ളത് നിവൃത്തിയുണ്ട്. നമ്മൾ പൊതുവെ ഉറങ്ങാൻ നേരം പ്രാർത്ഥിക്കുന്ന ഒരു പരിപാടി. അതെന്നാ ചോദിച്ചു കഴിഞ്ഞാൽ, ദുസ്വപ്നം ഒന്നും കാണരുതേ, സാത്താൻ അടുക്കരുതേ. പിന്നെ ചില പുള്ളികൾ നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ടെന്നാണ് കേട്ടുള്ളത്. ബൈബിളൊക്കെ തലവണ കീഴേ വെക്കുമെന്നാണ് പറയുന്നത്, കാരണം ഭൂതം വരാതിരിക്കാൻ.
പിന്നെ ചിലപ്പോൾ ഞാൻ ഓർക്കും, യോഗത്തിന് വന്നിരുന്ന കണ്ണടയ്ക്കുന്നതിനെയും ഭൂതം അടുക്കുകയെന്നുള്ളൊരു കംഫർട്ടബിൾ പേടിയൊന്നും ഇല്ലാതാണോ ഉറങ്ങുന്നതെന്ന് ചിലപ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട്. എനിവേ, നമ്മുടെ വിഷയം അതല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ഞാൻ പറഞ്ഞത്, പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനയെന്നുള്ളത് ഈ പാതി ഉറക്കത്തിൽ പറയാനുള്ളൊരു സംഭവമല്ല. നന്നായിട്ട് ഉണർന്നിരിക്കും, കഴിയുമെങ്കിൽ ആ ബെസ്റ്റ് പാർട്ട് ഓഫ് ദ ഡേ പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമ്മൾ വേർതിരിക്കണം. കാരണം എന്താണെന്നറിയാമോ? നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതം നമ്മിൽ ചെയ്യാൻ തക്കവണ്ണം നമുക്കിടയാക്കാൻ ദൈവം തന്നേക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട മാധ്യമമാണ് പ്രാർത്ഥന. അതാ കർത്താവ് പഠിപ്പിച്ചത്. നമ്മൾ ആ വാക്യങ്ങളിൽ അതാണ് കാണുന്നത്. ഇനിയും ഈ ദൈവഹിതം നമ്മുടെ ജീവിതത്തിൽ നടക്കാൻ വേണ്ടിയിട്ടൊന്നും അതിനെ നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല. എന്തുകൊണ്ടാണ്? അതായത് നമ്മൾ ചിന്തിക്കും ദൈവഹിതം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് വലിയ പ്രയാസമുള്ളത്. താൽക്കാലികമായിട്ട് പ്രയാസം വരും. കാരണം നമുക്ക് പലപ്പോഴും നമ്മുടെ ഇഷ്ടം നടക്കണമെന്നാണ് താല്പര്യം, ഇല്ലേ? പക്ഷേ നമ്മൾ മനസ്സിലാക്കണം, മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്നറിയാമോ? മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രശ്നം നമ്മൾ ഓരോരുത്തരും ആരുടെ വഴിക്ക് തിരിഞ്ഞിരുന്നു? കമോൺ, താൻ്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു. അതാണ് നമ്മുടെ പ്രശ്നം. നമ്മുടെ താല്പര്യങ്ങളായിരുന്നു നമ്മുടെ മുൻപിൽ നിന്നിരുന്നത്. നമ്മുടെ വഴിക്ക് നമ്മൾ തിരിഞ്ഞിരുന്നു. എന്നാൽ നമ്മുടെ വഴിയിൽ നിന്നും നമ്മളെ മടക്കിക്കൊണ്ടുവരാൻ കർത്താവ് ഇവിടെ വന്നിട്ട് പറഞ്ഞു, പിതാവേ, ഇതാ ഞാൻ വരുന്നു, പുസ്തക ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. അടുത്തത്, അങ്ങയുടെ ഇഷ്ടം ചെയ്യാൻ ഞാൻ എന്ത് ചെയ്യുന്നു? പ്രിയപ്പെടുന്നു. അതുകൊണ്ടാണ് ആ മനോഹരമാകുന്ന ഒരു ഗാനമുണ്ടല്ലോ, സ്വർഗീയ പിതാവേ നിൻ തിരുഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ. അതിനകത്ത് ഒരു സ്റ്റാൻസ, യേശു ക്രിസ്തുവിൻ ശരീരയാഗത്താൽ ഉള്ള ഇഷ്ടത്തിൽ എങ്ങനെയാണ് ഞാൻ ശുദ്ധനായി തീർന്നത്? യേശു കർത്താവ് ഞാൻ എൻ്റെ വഴിക്ക്, ഞാൻ എൻ്റെ ഇഷ്ടം ചെയ്യാൻ, യെശയ്യാ 53, ഞാൻ എൻ്റെ ഇഷ്ടം ചെയ്യാൻ വേണ്ടി താല്പര്യപ്പെട്ടിരുന്നപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ ശരീരയാഗത്താൽ ദൈവ ഇഷ്ടം നിറവേറ്റിയിട്ട് ആ ഇഷ്ടത്തിലാണ് ദൈവം എന്നെ എന്ത് ചെയ്തത്. അതുകൊണ്ടാണ് ആ പാട്ടുകാരൻ ധൈര്യത്തോടെ പറയുന്നത്. ഇന്ന് പാടാൻ നമ്മൾ ധൈര്യപ്പെടുകയില്ല. ആ പാട്ടുകാരൻ ധൈര്യത്തോടെ പറയുന്നത് എന്താണ്? എന്നെ തകർത്തിടാൻ താതനിഷ്ടമെങ്കിൽ തൻഹിതം എന്നിൽ. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ പറ്റുന്നതെന്നൊന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ ഒരു സമയത്തൊക്കെ ആ പാട്ട് പാടുമ്പം ഞാൻ അല്പം ചിന്തിച്ചിട്ടുണ്ട്, എനിക്കിത് പാടാൻ പറ്റുമോ? പിന്നീട് ദൈവവചനം ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്തപ്പോഴാണ് മനസ്സിലായത്, ദൈവത്തിൻ്റെ കൃപയാൽ എനിക്കും പാടാൻ പറ്റും, നമുക്ക് ഓരോരുത്തർക്കും പറ്റും. എന്തുകൊണ്ടാണെന്നറിയാമോ? പ്രിയപ്പെട്ടവരെ, ദൈവഹിതം പൂർണ്ണതയും പ്രസാദവും നന്മയും അതുകൊണ്ട് മാത്രമല്ല, ദൈവഹിതം അല്പമെങ്കിലും നമുക്കൊന്ന് കാണാൻ കഴിയുമെങ്കിൽ, സ്വർഗത്തിൻ്റെ കാഴ്ചപ്പാടിൽ ദൈവത്തിൻ്റെ ഹിതം അല്പമെങ്കിലും ഒന്ന് കാണാൻ കഴിയുമെങ്കിൽ, കർത്താവെ അവിടുത്തെ ഹിതം നടക്കണമെന്ന് പ്രാർത്ഥിപ്പാൻ നമുക്ക് ഒരു മടിയുണ്ടാകത്തില്ല. കാരണം നമ്മളെപ്പോഴും കാണുന്നത് എങ്ങനെയാ? ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മുടെ ചുറ്റുപാടും കുറേ കാര്യങ്ങളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളൂ, കാണാൻ കഴിയുന്നുള്ളൂ. എന്നാൽ ദൈവത്തിൻ്റെ ആ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് കാര്യങ്ങളെ ഒന്ന് കാണാൻ കഴിയുമെങ്കിൽ, എന്നെ തകർത്തിയിടാൻ താതൻ ഇഷ്ടമെങ്കിൽ തൻഹിതം എന്നിൽ സമ്പൂർണ്ണമാകട്ടെ എന്ന് പാടാൻ ഒരു മടിയും നമുക്കുണ്ടാകത്തില്ല. കാരണം ദൈവഹിതം നന്മയും പൂർണ്ണ പ്രസാദവുമുള്ളതാണ്. ഒരിക്കലും മറന്നു പോകരുത്. അപ്പോൾ കർത്താവ് എന്തുകൊണ്ടാണ് യൂദായെ തിരഞ്ഞെടുത്തത്? ആ രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചതെന്താ? പിതാവുമായിട്ടുള്ള കൂട്ടായ്മയിൽ മനുഷ്യനാകുന്ന യേശു കർത്താവിന്, യേശു ക്രിസ്തുവിന് കുറച്ചൊക്കെ സ്വർഗത്തിൻ്റെ ഇഷ്ടം എന്താണെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞപ്പം, ആ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് നോക്കിയപ്പോൾ മനസ്സിലായി, കാര്യങ്ങൾ ഞാനിപ്പോൾ ഇവിടെ കാണുന്ന പോലെ അല്ല. നോക്കണം, മനുഷ്യൻ എന്ന നിലയിലാണ് ഞാൻ പറയുന്നത് യേശു കർത്താവിനെ.
മനുഷ്യനെന്നില്ല. അത് നമ്മളെ അങ്ങനെയാണ് ചിന്തിക്കട്ടെ. അപ്പോൾ എത്രത്തോളം നമ്മൾ ദൈവത്തോടെടുക്കുമോ. അപ്പോൾ ഈ 1 മണിക്കൂറൊന്നും പ്രാർത്ഥിക്കാൻ ഒരു പ്രയാസമില്ല കേട്ടോ. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? പ്രാർത്ഥന എന്നുള്ളത് കമ്മ്യൂണിയൻ റിലേഷൻഷിപ്പായി മാറുമ്പോൾ 1 മണിക്കൂറല്ല, 2 മണിക്കൂറല്ല, 6 മണിക്കൂർ പ്രാർത്ഥിക്കാൻ പ്രയാസം വരികയില്ല. പ്രാർത്ഥന എന്നുള്ളത് ജൽപ്പനവും ചില ലിസ്റ്റിൽപ്പെട്ട കാര്യങ്ങൾ അങ്ങോട്ട് പറയാനുള്ള പരിപാടിയും ആകുമ്പോഴാണ് നമുക്ക് ഈ 1 മണിക്കൂർ തികയ്ക്കാൻ ബുദ്ധിമുട്ടുന്നത്. എന്നാൽ പ്രാർത്ഥന കമ്മ്യൂണിയൻ ആകുമ്പോൾ സമയം പോകുന്നത് നമ്മൾ അറിയത്തില്ല. അതതിൻ്റെ വിഷയം. അതുകൊണ്ടാണ് യേശു കർത്താവ് എന്ത് ചെയ്തത്? രാത്രി മുഴുവൻ എന്ത് ചെയ്തു? പ്രാർത്ഥിച്ചു. രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചു. രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചപ്പോൾ ആ പ്രാർത്ഥനയിൽ സംഭവിച്ചത് ദൈവവചന പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, പിതാവുമായിട്ടുള്ള ആ കൂട്ടായ്മ ബന്ധത്തിലായിരുന്നു കർത്താവ്. ആ കൂട്ടായ്മ ബന്ധത്തിൽ മാത്രമേ സ്വർഗം കാണുന്നത് പോലെ കാര്യങ്ങളെ മനുഷ്യരാകുന്ന നമുക്ക് സ്വർഗം കാണുന്ന അതേ നിലയിൽ ഒരിക്കലും ഒരുപക്ഷെ ഈ ഭൂമിയിൽ വെച്ച് കാണാൻ കഴിയത്തില്ല. എന്നാൽ ഏറെക്കുറെയൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? കാണാനായിട്ട് കഴിയും. ഏറെക്കുറെ കാണുക. വ്യക്തമായിട്ട് കർത്താവ് പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ നമുക്കറിയാം. സകല മനുഷ്യരും രക്ഷിക്കപ്പെടണമെന്നുള്ളത് കർത്താവിൻ്റെ ഇഷ്ടമാണ്. അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്, പൊതുവായി പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പർട്ടിക്കുലറായിട്ടൊരു വിഷയത്തിൽ ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെന്ന്, അതുകൊണ്ടാണ് അപ്പോസ്തലനാകുന്ന പൗലോസ് പറയുന്നത്, പ്രാർത്ഥിക്കേണ്ടതുപോലെ പ്രാർത്ഥിപ്പാൻ നമുക്ക് എന്ത് ചെയ്യത്തില്ല, അറിയുന്നില്ല. പക്ഷേ ആത്മാവ് എന്ത് ചെയ്യുന്നു? ആ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. ഏത് ബലഹീനത? എനിക്കറിയത്തില്ല പല കാര്യങ്ങളെക്കുറിച്ചുമുള്ള ദൈവത്തിൻ്റെ അറിയത്തില്ലെന്ന്. നമുക്ക് പല കാര്യങ്ങളും അറിയാമല്ലോ, ഇല്ലേ? നമുക്ക് നമ്മൾ ബൈബിൾ വായിക്കണമെന്നോ അല്ലെ പ്രാർത്ഥിക്കണം, നമുക്ക് ഒത്തിരി കാര്യങ്ങൾ അറിയാം. അതിനെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്, ഒരു പ്രത്യേക വിഷയത്തിൽ. അതുകൊണ്ടാണ് പഴയ കാലത്തെ പാട്ടുകാരന്മാർ പാടി, ഏതു ഗുണം എന്നറിയുവാൻ ഇല്ല ജ്ഞാനം എന്നിൽ നാഥ, നിൻ തിരുനാമം നിമിത്തം നീതിമാർഗത്തിൽ തിരിച്ചു, നിന്റെ ഹിതം പോലെ എന്നെ നിത്യം മേ. ആ പാട്ടിലുള്ളതാ പാരം. അതായത് അതിൻ്റെ ആ സ്റ്റാൻസ് ഏതാ? പാരം കരഞ്ഞോടുന്നതോ പാരിതിലും ഭാഗ്യങ്ങളോ. അതിൻ്റെ നെക്സ്റ്റ് മുകളിലുള്ള സ്റ്റാൻസ്, മുകളിലുള്ള വരികൾ ഏതാ? ഓക്കെ, ഈ പഴയ പാട്ടൊക്കെ നമ്മൾ പാടേണ്ടതിൻ്റെ ആവശ്യകത എനിക്ക് ഇവിടെ നിന്നുകൊണ്ട് അത് റീകോൾ ചെയ്യാൻ കഴിയുന്നില്ല. ആ ഇമ്പമുള്ള ജീവിതവും നമ്മൾ പ്രാർത്ഥിക്കാന്ന് ഏതാ പ്രാർത്ഥിക്കുന്നേ? ഇമ്പമുള്ള ജീവിതത്തിന് വേണ്ടിയിട്ടേ പ്രാർത്ഥിക്കത്തുള്ളൂ. പക്ഷേ ആ ഭക്തൻ എന്തുകൊണ്ടാണ് അത് പാടിയത്? ഈ കമ്മ്യൂണിയൻ റിലേഷൻഷിപ്പിൽ സ്വർഗത്തിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് കുറച്ചെങ്കിലും കാര്യങ്ങളെ കാണാൻ കഴിഞ്ഞതുകൊണ്ടാണ് അങ്ങനെ പാടാൻ പറ്റിയത്. ഇന്ന് നമ്മൾ പറയുന്ന ആ പാട്ടൊക്കെ ഉണ്ടാകുന്നതിൻ്റെ കാര്യം എന്നാണെന്നറിയാമോ? അധ്വാന ഫലം ഞാൻ തിന്നും വേറെ ആർക്കും കൊടുക്കുക, ഇതൊക്കെ ഉണ്ടാകുന്നതിൻ്റെ കാര്യം എന്നാണെന്നറിയാമോ? ഇത് പ്രാർത്ഥന എന്നുള്ളത് വെറും ജൽപ്പനവും കുറേ ലിസ്റ്റ് അങ്ങോട്ട് പറയാനുള്ള പരിപാടിയുമായിട്ട് തീർന്നതുകൊണ്ടാണ്. എന്നാൽ അന്ന് അങ്ങനെയല്ല, ആ കമ്മ്യൂണിയൻ റിലേഷൻഷിപ്പ്. അതുകൊണ്ടാണ് ഇമ്പമുള്ള ജീവിതവും ഏറെ ധനം മാനങ്ങളും പിന്നെ തുമ്പമറ്റ സൗഖ്യങ്ങളും ചോദിക്കുന്നില്ലേ അടിയാൻ. എന്തുകൊണ്ടാണ് അങ്ങനെ? എന്നിട്ടാണ് പറയുന്നത് നിൻ്റെ ഹിതം പോലെ. അങ്ങനെ പറയാൻ കഴിയുന്നതിൻ്റെ കാരണം എന്താ? അങ്ങനെ പറയാൻ കഴിയുന്നതിൻ്റെ കാരണം സ്വർഗത്തിലെ ഇഷ്ടം എന്താണെന്ന് തിരിച്ചറിയാൻ കഴിയുന്നത് കൊണ്ടാണ്. ഒരു പ്രത്യേക ജീവിതാനുഭവത്തിൽ സ്വർഗത്തിലെ അപ്പച്ചൻ്റെ ഇഷ്ടം എന്താണെന്ന് തിരിച്ചറിയത്തക്കതുപോലെ കർത്താവുമായിട്ടുള്ള പിതാവുമായിട്ടുള്ള കമ്മ്യൂണിയൻ റിലേഷൻഷിപ്പിലേക്ക് പ്രവേശിക്കുന്ന അനുഭവമാണോ നമ്മുടെ പ്രാർത്ഥന? രാത്രി മുഴുവൻ കഴിച്ചാലും തീരാത്തതുപോലെയുള്ള അനുഭവമായിട്ട് പ്രാർത്ഥന തോന്നാറുണ്ടോ? അതോ എങ്ങനെയെങ്കിലും കുറച്ച് സമയം ഫില്ല് ചെയ്യാൻ നമ്മൾ ബുദ്ധിമുട്ട് കാണും? ഇവിടാണ് വിഷയം, ഇതാണ് വിഷയം. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന അതാ. യേശു കർത്താവ് കാണിച്ച മാതൃക അതാ.
എനിക്കറിയാം വേറെ അനേക പ്രാർത്ഥനയെക്കുറിച്ച് അനേക കാര്യങ്ങൾ ഇതായിരുന്നു ദൈവത്തിൻ്റെ ഇഷ്ടമെന്നുള്ളത്. അതുകൊണ്ട് ഈ ദൈവത്തിൻ്റെ ഇഷ്ടം തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിപ്പാൻ കഴിയുന്നത് കൊണ്ടാണ് ജയിലിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥിച്ച പല പ്രാർത്ഥനകളുണ്ട്. അപ്പോസ്തലനായ പൗലോസ് ജയിലിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥിച്ചപ്പോൾ എല്ലാം പ്രാർത്ഥിച്ചത് എന്നെ ജയിലിൽ നിന്ന് ഇറക്കണമെന്നൊന്നുമല്ല. പിന്നെ പ്രാർത്ഥിച്ചെന്താ? നിങ്ങളുടെ അകത്തെ ദൃഷ്ടി പ്രകാശിക്കണം. എഫേസ്യർ 1-ാം അധ്യായം അതിൻ്റെ 18 മുതൽ അകത്തെ ദൃഷ്ടി പ്രകാശിക്കണം. പിന്നെന്താ? വിളിയാലുള്ള ആശ എന്നതെന്നറിയണം. വിശുദ്ധന്മാരിൽ അവിടുത്തെ അവകാശത്തിൻ്റെ മഹിമാധനം ഇന്നതെന്ന് നിങ്ങൾ അറിയണം. പിന്നെന്തുവാ? വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവിടുത്തെ അളവറ്റ ശക്തിയുടെ ഇതൊക്കെ നമ്മൾ വെച്ചേച്ച് പറയുന്ന ആ ശക്തി വെച്ചേച്ച് എൻ്റെ ഇന്ന കാര്യം സാധിപ്പിച്ചു തരും. അതൊന്നും അല്ല ഇവിടെ പറയുന്നത്. അതൊന്നും അല്ല ഇവിടെ പറയുന്നത്. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതി. എന്തിനാ മതിയാകുന്നത്? എനിക്ക് താഴ്മയിലിരിക്കാനും അറിയാം, സമൃദ്ധിയിലിരിക്കാനും അറിയാം. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന ശക്തിയുടെ അളവറ്റ വലിപ്പം അതൊന്ന് തിരിച്ചറിയാൻ, ആ ശക്തിയെക്കുറിച്ച് മനസ്സിലാകുമ്പോഴാണ് പറയുന്നത്, കർത്താവേ, ഈ ശൂലം മാറ്റാൻ അങ്ങയ്ക്ക് ഹിതമില്ലെങ്കിൽ അങ്ങ് പറഞ്ഞിട്ടുണ്ടല്ലോ എൻ്റെ ശക്തി ബലഹീനതയിൽ തേഞ്ഞു വരുമെന്ന്. അത് പറയാൻ പറ്റുമോ? അത് പറയാൻ പറ്റുമോ? ഇവിടെയാണ് വിഷയം വരുന്നത് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടാണ് ജയിലിൽ കിടന്ന് പ്രാർത്ഥിക്കുമ്പം സ്വർഗത്തിലും ഭൂമിയിലും സകല കുടുംബത്തിനും പേര് വിടുവാൻ പിതാവിൻ്റെ സന്നിധാനത്ത് ഞാൻ എന്ത് ചെയ്യുക? മുട്ടുമടക്കിയ എന്നാ പ്രാർത്ഥിച്ചത്? പ്രാർത്ഥനാവചനങ്ങൾ ജയിലിൽ നിന്ന് പെട്ടെന്ന് ഇറങ്ങാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അല്ലെ നിങ്ങളുടെ അവസ്ഥയ്ക്ക് ഭേദം വരണം. നിങ്ങളുടെ ഞാൻ ശാസിച്ച് പ്രാർത്ഥിക്കുകയാണ്. നന്മയെ തടഞ്ഞിരിക്കുന്ന എഫെസോസിലുള്ള വിശുദ്ധന്മാരുടെ നന്മയെ തടഞ്ഞിരിക്കുന്നതിനെ ഞാൻ അങ്ങനെ ആന്നോ? ഇന്നതൊക്കെയാണ്. കാരണം ഇവിടുന്ന് ഇത് ഒരു മൃഗമുണ്ടേ, ആ മൃഗത്തിന് എപ്പോഴും താഴോട്ടാണ് അതിൻ്റെ കണ്ണ്. ഏതാ മൃഗമെന്നറിയാമോ? ഒരു പ്രാവശ്യമേ അത് മുകളിലോട്ട് നോക്കത്തുള്ളൂ. എപ്പോഴാണെന്നറിയാമോ? മനസ്സിലായല്ലോ? ഇങ്ങനത്തെ പരിപാടിയാണ് നടക്കുന്നത്. എഫെസോസിലുള്ള വിശുദ്ധന്മാരുടെ നന്മയെ തടയുന്ന കെട്ടുകളെ ഞാൻ ബന്ധിക്കാമെന്നൊന്നുമല്ല പറഞ്ഞത്. പിന്നെന്താ പ്രാർത്ഥിച്ചേ? എഫേസ്യ ലേഖനം 3-ാം അധ്യായം അവൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം അവിടുത്തെ ആത്മാവിനാൽ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച്. നമുക്കിടെ വിഷയം എന്തുവാ? പുറത്തെ മനുഷ്യനെ സംബന്ധിച്ച് കാര്യങ്ങളൊന്ന് ശരിയാക്കി തരണേ കർത്താവേ. എന്നാ പൗലോസ് പ്രാർത്ഥിക്കുന്നത് നിങ്ങളുടെ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം? ശക്തിയോടെ ബലപ്പെടണം. പിന്നെ അടുത്തതെന്താ? നിങ്ങളുടെ ഹൃദയങ്ങളിൽ ക്രിസ്തു വസിക്കണം. പിന്നെ വേരൂന്നണം, അടിസ്ഥാനമുള്ളവരായി. നോക്കണേ ജയിലിൽ കിടന്നുള്ള പ്രാർത്ഥന എന്താ? നമ്മൾ വായിക്കണം. ഇന്ന് നമ്മൾ കാണുന്ന ടി വിയിൽ ഇവിടെ കാണുന്നത് എനിക്കറിയത്തില്ല, ഞാൻ ചിലപ്പോഴൊക്കെ കണ്ടിട്ടുണ്ട് ചിലയിടത്തൊക്കെ ചെല്ലുമ്പോൾ. എല്ലാം ഇതേ ഉള്ളൂ. താഴെ ഇങ്ങനെ ആ സ്ക്രോളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. ഡൊണേഷൻസ് ക്യാൻ ബി സെൻഡ് ടു PO Box 2424 അണ്ണാനഗർ മദ്രാസ്. ഡൊണേഷൻസ് ആൻഡ് യുവർ ചെക്സ് ക്യാൻ ബി സെൻഡ് ടു. ഇങ്ങനെ സ്ക്രോൾ ഡൗൺ ചെയ്തുകൊണ്ടിരിക്കുക താഴെ, സ്ക്രീനിൻ്റെ താഴെ. കാരണം പന്നിക്ക് താഴോട്ടേ നോക്കാൻ പറ്റത്തുള്ളൂ. ഇത് നോക്കുന്നത് എപ്പോഴാണെന്നറിയോ? ഒരിക്കലേ ഇത് നേരിലോട്ട് നോക്കത്തുള്ളൂ. കഴുത്തേല കൊളുത്തിട്ട് പിടിച്ച്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നോട്ടം മാറണം. സ്വർഗത്തിലെ പോലെ അവിടുത്തെ ഇഷ്ടം ഭൂമിയിൽ എന്നി നടക്കണമെന്ന് പറയാൻ കഴിയുന്ന യേശു കർത്താവ് പ്രാർത്ഥിച്ചതുപോലെ അങ്ങനെ പ്രാർത്ഥിപ്പാൻ നമുക്ക് കഴിയുന്ന, ദൈവഹിതം തിരിച്ചറിയാൻ കഴിയുന്ന ഒരനുഭവമായി നമ്മുടെ പ്രാർത്ഥന തീരട്ടെ. അങ്ങനെയെങ്കിൽ അവിടുത്തെ ഇഷ്ടപ്രകാരം നമ്മൾ പ്രാർത്ഥിച്ചാൽ അവിടുന്ന് നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നു എന്നുള്ളത് നമുക്ക് ദൈവത്തോടുള്ള ധൈര്യമാകുന്നു. സ്തോത്രം. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം.
ദൈവഹിതത്തിനായി പ്രാർത്ഥിക്കാൻ നമ്മൾ മടിക്കേണ്ട കാര്യമില്ല. കാരണം അത് എൻ്റെ വിഷയം, ഞാനൊരു ചെറിയ വിഷയം മാത്രമേ പറഞ്ഞുള്ളൂ. എങ്കിലും കേട്ടത് കുറച്ച് പേർക്കെങ്കിലും മനസ്സിലായെന്ന് എനിക്കറിയാം. എല്ലാവർക്കും മനസ്സിലായില്ല, പക്ഷേ കുറച്ച് പേർക്ക് മനസ്സിലായി. കുറച്ച് പേർക്കെങ്കിലും മനസ്സിലായെന്ന് ഞാൻ കരുതുക. അത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹപ്രദമായി തീരേണ്ടതിന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവപാദപീഠത്തിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. സഹോദരന്മാരിൽ ഒരാൾക്ക് പ്രാർത്ഥിച്ചു.